ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2026 മോഡൽ i20 N-Line N8 DCT വേരിയന്റ് ആണിത്. അതായത് i20യിലെ ടോപ്പ് എൻഡ് വേരിയന്റ്. i20 നൈറ്റ് എഡിഷൻ ഒക്കെ നോക്കുന്നവർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു പവർഫുൾ i20 അല്ലെങ്കിൽ ഇന്ത്യയിൽ ലഭിക്കുന്ന ഈ ബഡ്ജറ്റിൽ ലഭിക്കുന്ന മോസ്റ്റ് പവർഫുൾ പ്രീമിയം ഹാഷ് ബാഗ് അത് നമ്മളുടെ ഈ i20 ആണ്. അപ്പോൾ ഈ വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്, എത്രയാണ് ഇതിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. 2026 മോഡൽ i20 N-Line N8ൻ്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ i20യിൽ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്ത നൈറ്റ് എഡിഷനേക്കാളും എനിക്ക് എന്തുകൊണ്ടും ഇഷ്ടപ്പെട്ടത് ഈ N-Line സീരീസുകളാണ്. കാരണം നമ്മളുടെ നൈറ്റ് എഡിഷനെ പോലെ തന്നെ ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. കുറച്ചും കൂടിയും സ്പോർട്ടി ലുക്കിംഗ് കാറായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് നമ്മളുടെ N സീരീസ് വാഹനങ്ങളാണ്. ഇതിപ്പോൾ ടോപ്പ് എൻഡാണ്. ഏകദേശം 13.5 ലക്ഷം രൂപയുടെ അടുത്താണ് ഈ വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതായത് ഇപ്പോൾ ഇന്ത്യയിൽ ലഭിക്കുന്നതിൽ 13.5 ലക്ഷം രൂപ ബഡ്ജറ്റിൽ നോക്കുകയാണെങ്കിലും മോസ്റ്റ് സ്പോർട്ടിയസ്റ്റ് കാറും അതല്ലെങ്കിൽ ഫീച്ചർ ലോഡായിട്ടുള്ള ഒരു വാഹനവും നമ്മളുടെ i20 N-Line ആണ്. ഇത്രയും പവർഫുൾ ആയിട്ടുള്ള വേറൊരു വാഹനം ഈ ബഡ്ജറ്റിന് അവൈലബിൾ അല്ല. ഇപ്പോൾ ഈ വേരിയൻറ്റിൻ്റെ എക്സ്റ്റീരിയർ എന്നുള്ള മറ്റ് ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലെ ഗ്രില്ലെല്ലാം നമുക്ക് ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളുടെ ലോഗോയും ഫുൾ ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. അതൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത്. അതിനകത്ത് N-Line എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കാണാനായിട്ട് പറ്റും. ഹെഡ്ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുൾ LED ഹെഡ്ലൈറ്റ് യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്, 3 സ്ലോട്ടായിട്ട്. അതിൻ്റെ ടോപ്പിൽ നമുക്ക് ആ LED DRL കാണാം. അതിനോട് ചേർന്ന് ഇൻഡിക്കേറ്റേഴ്സ് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ i20യിൽ ഫോഗ് ലൈറ്റ് വരുന്നത് ശരിക്കും N സീരീസിൽ മാത്രമേ ഉള്ളൂ. പ്രൊജക്റ്റഡ് ഹാലജൻ ഫോഗ് ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അതിന് ചുറ്റുമെല്ലാം ഒരു ക്രോം ഇൻസൈറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് ഒരു ഫേക്ക് എയർ സ്കൂപ്പ് പോലെ തോന്നിക്കുന്ന ഒരു ഭാഗവും കാണാനായിട്ട് പറ്റും. ഫ്രണ്ടിൽ നമുക്ക് ആ ഒരു റെഡ് ഇൻസൈറ്റ് കാണാനായിട്ട് പറ്റും. 170 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു റെഡ് ഇൻസൈറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു N-Line ആണെന്ന്. ആ ബെമ്പറെല്ലാം നമ്മുടെ നോർമൽ i20നേക്കാളും കുറച്ചുകൂടി സ്പോർട്ടി ലുക്കിംഗ് രീതിയിൽ റീഡിസൈൻ ചെയ്ത ബെമ്പറുകളാണ് ഫ്രണ്ടിൽ ശരിക്കും വരുന്നത്. ഇപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നോർമൽ i20നേക്കാളും പക്കാ സ്പോർട്ടി ആയിട്ടുള്ള ഒരു വാഹനമാണ് നമ്മളുടെ N സീരീസ്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സ്പോർട്ടി ലുക്കിംഗ് അലോയ് വീൽസാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ നടുക്ക് N എന്ന് പറഞ്ഞ ബാഡ്ജിങ് ആണ് കൊടുത്തിരിക്കുന്നത്. ഡയമണ്ട് കട്ട് അലോയ്സ് കൊടുത്തിരിക്കുന്നു. 195/55 R16 ആണ് ടയർ സൈസ്. ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് ഡിസ്ക് ബ്രേക്കുകളാണ് വരുന്നത്. ഫ്രണ്ടിലെ കാലിപ്പേഴ്സ് റെഡ് കളറിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വശങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് N-Line ആണെന്ന് ആ അലോയ്സ് കാണുമ്പോഴാണ്. പിന്നെ N-Line എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കാണാം. മിറേഴ്സിൽ LED ഇൻഡിക്കേറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഡോർ ഹാൻഡിൽസ് എല്ലാം നമുക്ക് ആ ബോഡി കളറിൽ തന്നെ കൊടുത്തിരിക്കുന്നു. റിക്വസ്റ്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. സൺറൂഫ് വരുന്നുണ്ട്. ബാക്കിൽ ഷാർപ്പിൻ ആൻറ്റിന കാണാം. അപ്പോൾ വശങ്ങളിൽ നോക്കുമ്പോഴാണെങ്കിലും നൈറ്റ് എഡിഷനേക്കാളും കുറച്ചും കൂടി ഭംഗിയുള്ളത് നമ്മളുടെ N-Line തന്നെയാണ്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നോർമൽ i20 കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ നമുക്കൊരു വിങ്സ് ഒക്കെ കാണാനായിട്ട് പറ്റും. ബാക്കിലേക്ക് നമുക്കൊരു സ്പോയിലറും ഇതിനകത്ത് വരുന്നുണ്ട്. ബിൽറ്റ് ഇൻ സ്പോയിലറാണ് N-Lineൽ. ഈ സ്പോയിലറിനേക്കാളും കുറച്ചും കൂടി നല്ലത് നമുക്കിപ്പോൾ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി യൂണിവേഴ്സൽ സ്പോയിലേഴ്സ് കിട്ടും. അതും കൂടി ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ലുക്കാണ് ഈ വാഹനം ബാക്കിൽ നിന്ന് കാണാൻ. നമുക്കിവിടെ ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. വാഷർ ആൻഡ് വൈപ്പർ ആൻഡ് ഡിഫോറും കൂടി ബാക്ക് ഗ്ലാസ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. ആ കണക്റ്റഡ് ടൈലൈറ്റ് പോലെ തോന്നിക്കുന്ന പോർഷൻസ് എല്ലാം ഇതിനകത്തും വരുന്നുണ്ട്. കണക്റ്റഡ് അല്ല, ഇവിടെ നമുക്കൊരു ക്രോം ഇൻസെറ്റാണ് വരുന്നത്. ഫുൾ LED ആയിട്ടാണ് ടൈലൈറ്റ് കൊടുത്തിരിക്കുന്നത്. ഈ പോർഷൻസിൽ ഒരു സിഗ്സാക്ക് ഷേപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അതിനകത്ത് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സിന് റിവേഴ്സ് ലൈറ്റും ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. ബാക്കിൽ N-Line എന്ന് പറഞ്ഞ ബാഡ്ജിങ് കാണാം. ഈ വാഹനം ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ N-Line ആണ് ഒട്ട നോട്ടത്തിൽ മനസ്സിലാവുന്നത്. ബാക്കിലെ ഡ്യുവൽ എക്സോസ്റ്റ് യൂണിറ്റ് ആണ്. പിന്നെ ബാക്കിലെ ബമ്പർ റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ആ എക്സോസ്റ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് N-Line ആണെന്ന്. പിന്നെ N-Lineൻ്റെ ബാഡ്ജിങ്ങും കാണാം. നമുക്കിതിനകത്ത് ഇവിടെ താഴെയായിട്ടാണ് റിവേഴ്സ് ക്യാമറ കൊടുത്തിരിക്കുന്നത്. പിന്നെ i20 എന്ന് പറഞ്ഞ ബാഡ്ജിങ് ബ്ലാക്ക് ഔട്ട് ചെയ്തിരിക്കുന്നു. N-Line ആ ഒരു സിൽവർ ഫിനിഷിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ഇനി ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്തൊക്കെ മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. പാഴ്സൽ ട്രേ ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് ബാക്കിലേക്ക് ബോസിൻ്റെ സബ് ബൂഫറാണ് വരുന്നതാണ് എൻ്റെ അറിവ്. പക്ഷേ ഇതിനകത്ത് ആ ബാഡ്ജിങ് ഒന്നും എന്തായാലും ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട്. സബ് ബൂഫർ എന്താണെങ്കിലും കൊടുത്തിട്ടുണ്ട്. ബാക്കിലേക്ക് ബൂട്ട് ലൈറ്റ് കാണാം. നമ്മുടെ സ്പെയർ വീല് നോക്കുകയാണെങ്കിൽ നോർമൽ i20യിൽ വരുന്ന 185/65 R15 ആണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത്. സീറ്റ് ബെഞ്ച് ഫോൾഡിംഗ് ആണ്. സ്പ്ലിറ്റ് സീറ്റ് ഫോൾഡിംഗ് ഓപ്ഷൻസ് ഒന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. പാഴ്സൽ ട്രേ ഇതിനകത്ത് വരുന്നുണ്ട്. 311 ലിറ്ററാണ് ബൂട്ടിൻ്റെ കപ്പാസിറ്റി കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് മാറ്റങ്ങളും ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ റിക്വസ്റ്റ് സെൻസർ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് ഇൻറ്റീരിയർ വരുന്നത്. ഡോർ പാഡും നമുക്ക് ആ ഒരു ഫുൾ ബ്ലാക്ക് ഫിനിഷിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ച് ലെതർ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് റെഡ് ഇൻസൈറ്റ് കാണാം.
4 ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ. ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻ വരുന്നുണ്ട്. ഡോർ ഹാൻഡിൽസ് എല്ലാം ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ. ബോസിൻ്റെ സ്പീക്കേഴ്സാണ്. എന്തോ സബ് ബൂഫറിൽ ബോസിൻ്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടില്ല, സ്പീക്കേഴ്സിൽ ബോസിൻ്റെ ബാഡ്ജിങ് വരുന്നുണ്ട്. സീറ്റ് ആണെങ്കിൽ നമുക്ക് ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ, അല്ലെങ്കിൽ ബ്ലാക്ക് സീറ്റിൽ റെഡ് പൈപ്പിങ്ങോട് കൂടിയ ഒരു എൻലൈൻ്റെ ഒരു സിമ്പിളോടൊക്കെ കൂടിയ ലെതറിഡ് സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. പെഡൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സ്പോർട്ടി ഫീൽ കിട്ടുന്ന രീതിയിൽ ഒരു സിൽവർ പെഡൽസാണ് ഇതിനകത്ത് വരുന്നത്. ഡെഡിക്കേറ്റഡുള്ള ഡെഡ് പെഡൽ അവിടെ കാണാം. ഇവിടെ നമ്മുടെ ബാക്ക് ക്യാമറ ആക്സസ് ചെയ്യാനുള്ള ഒരു വ്യൂ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഡ്രൈവ് മോഡുകളുടെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, ട്രാക്ഷൻ കൺട്രോളിൻ്റെ ഒരു ഓപ്ഷനും അല്ലെങ്കിൽ ഒരു ബട്ടണും കാണാം. പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഈ ഒരു കോർണറിലായിട്ട് കൊടുത്തിരിക്കുന്നു. നമ്മുടെ AC വെൻസിനകത്തെല്ലാം ഒരു റെഡ് ഇൻസൈറ്റ് കാണാം. i20 N-Line N8ൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നാൽ സെഗ്മെൻറ്റിലെ മോസ്റ്റ് സ്പോർട്ടിയസ്റ്റ് ഇൻറ്റീരിയർ N-Lineൻ്റെ ആണ്. അതൊരു ഫുൾ ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നാൽ പോലും നമുക്ക് ഒരു ലെതർ റാപ്ഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. ഫ്ലാറ്റ് ബോട്ടം ഒന്നുമില്ല, നോർമൽ സ്റ്റിയറിംഗ് ആണ്. N-Line സീരീസിൽ വരുന്ന ഒരു സ്റ്റിയറിംഗ് വീല് കാണാം. അതുപോലെ N എന്ന് പറഞ്ഞൊരു ബാഡ്ജും കൊടുത്തിരിക്കുന്നു. അകത്തെ സ്റ്റിച്ചിങ് എല്ലാം റെഡ് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഇടതുവശത്തായിട്ട് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും, വലതുവശത്ത് നമുക്ക് ക്രൂസ് കൺട്രോളും ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസും കൊടുത്തിരിക്കുന്നു. സ്റ്റിയറിംഗ് വീല് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് ഓപ്ഷനോടുകൂടി സ്റ്റിയറിംഗ് വീലാണ്. നമുക്ക് പാഡിൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. അത് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സ്പോർട്ടി ലുക്കിങ്ങിൽ വലിയ പാഡിൽ ഷിഫ്റ്റേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. പ്ലസ് ആൻഡ് മൈനസ് ഇൻഡിക്കേഷനും അതിനകത്ത് കാണാം. ഇടതുവശത്തായിട്ട് വൈപ്പറിൻ്റെ കൺട്രോൾസും വലത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റ് ആൻഡ് ഓട്ടോ വൈപ്പറിൻ്റെ ഫീച്ചർ ഇതിനകത്ത് വരുന്നുണ്ട്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റാണ് വരുന്നത്. സ്പീഡോമീറ്ററും RPM മീറ്ററും ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കുന്നു. അതിനകത്ത് RPM മീറ്ററും ആ സ്പീഡോമീറ്ററിൻ്റെയൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ള രീതിയിലാണ് അത് വരുന്നത്. അതിനകത്ത് നമ്മൾ വാഹനം RPM അതായത് റേസ് ചെയ്യുന്നതിനനുസരിച്ച് ഇൻഡിക്കേഷൻസ് നിങ്ങൾക്ക് ചേഞ്ച് ആവുന്നത്, ലൈറ്റ് ഇൻഡിക്കേഷൻ ചേഞ്ച് ആവുന്നത് കാണാം. ഇതിനകത്ത് ഡ്രൈവ് മോഡുകളുണ്ട്. നമ്മളിത് സ്പോർട്ട് മോഡിലേക്ക് മാറ്റുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഇത് അതിൻ്റെ ഇൻഡിക്കേഷൻസിൽ ഞാൻ വിചാരിച്ചത് റെഡ് ആവുന്നതാണ്, പക്ഷേ സ്പോർട്ട് മോഡിൽ നിന്നാണ് വരുന്നുള്ളൂ. അതിനകത്ത് ഇൻഡിക്കേഷൻസോ ലൈറ്റ് കളറൊന്നും മാറുന്നില്ല. ഇനി മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് TPMS വരുന്നുണ്ട്, ആവറേജ് ഫ്യൂവല്, പിന്നെ നമ്മളുടെ കോമ്പസിൻ്റെ ഒരു ഇൻഫർമേഷൻ കൊടുത്തിരിക്കുന്നു. ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. പിന്നെ ഡ്രൈവ് മോഡുകൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ സ്പോർട്ട്, നോർമൽ, ഇക്കോ 3 ഡ്രൈവ് മോഡുകളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോപ്പ് എൻഡ് വാഹനങ്ങളിലൊക്കെ കാണുന്ന 10 ഇഞ്ചിൻ്റെ സ്ക്രീനാണ് ഇതിനകത്ത് വരുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾക്ക് നല്ല മ്യൂസിക് ക്ലാരിറ്റിയാണ്. കാരണം 4 സ്പീക്കറും 2 ട്യൂട്ടറും ഒരു സബ് വൂഫറോടും കൂടി സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. ബോസിൻ്റെ സ്പീക്കേഴ്സാണ് വരുന്നത്. അപാര മ്യൂസിക് ക്ലാരിറ്റിയാണ് ഇതിനകത്ത്. പിന്നെ നമുക്ക് റിവേഴ്സ് ക്യാമറ ഇടുകയാണെങ്കിൽ റിവേഴ്സ് ഇടുന്ന സമയത്ത് നമ്മൾക്ക് പാർക്കിംഗ് സെൻസേഴ്സ് ഇതിനകത്ത് ഫംഗ്ഷൻ ചെയ്യും. പാർക്ക് ബ്രേക്ക് എനേബിൾ ആണെന്നാണ് കാണിച്ചത്. പാർക്കിംഗ് ക്യാമറ റിവേഴ്സ് സെൻസർ ഇതിനകത്ത് കാണാം. ഇതിനകത്ത് റിവേഴ്സ് സെൻസർ കാണാം. റിവേഴ്സ് ക്യാമറയും വരുന്നുണ്ട്. അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസോടുകൂടിയ ക്യാമറയാണ്. അത് നമ്മുടെ താഴത്തെ പോർഷൻ മാത്രം നമുക്ക് കാണാനായിട്ടുള്ള ഒരു ഓപ്ഷനും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡീസൻറ്റ് ക്ലാരിറ്റി ഉള്ളൊരു ക്യാമറ എന്ന് പറയാം. 360 ക്യാമറയുള്ള ഫീച്ചേഴ്സ് ഒന്നും ഇതിനകത്ത് വരുന്നില്ല. താഴേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫിസിക്കൽ ബട്ടണുകൾ കാണാം. അതിന് താഴെ നമുക്ക് AC വെൻസ് കൊടുത്തിരിക്കുന്നു. AC വെൻസിന് നടുക്കായിട്ടാണ് നമ്മുടെ ഹസാർഡ് ലൈറ്റ് വരുന്നത്. താഴെ നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ യൂണിറ്റ് കാണാം. അതിനകത്ത് ടെമ്പറേച്ചറിൻ്റെ ഒരു ഇൻഡിക്കേഷൻസ് കാര്യങ്ങൾ കാണാം. അതിൻ്റെ മാനുവൽ കൺട്രോൾസ് അതിന് താഴെ കൊടുത്തിരിക്കുന്നു. അതിന് താഴെയായിട്ട് നമുക്കിവിടെ Type-C ചാർജിങ് പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. 12 വോട്ടിൻ്റെ ഒരു ചാർജിങ് പോർട്ട് കാണാം. USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നു. വയർലെസ് ചാർജിങ് പാഡ് ഇതിനകത്ത് വരുന്നുണ്ട്. അതിൻ്റെ ഒരു പാഡ് നമുക്ക് ഇവിടെ കാണാം. ഗിയർ ലിവർ ഒരു സ്പോർട്ടി ലുക്കിംഗ് N ബാഡ്ജിങ്ങോടുകൂടി ഗിയർ ലിവർ കൊടുത്തിരിക്കുന്നു. വശങ്ങളിലെല്ലാം നമുക്കൊരു ക്രോം ഇൻസേർട്ട് കാണാനായിട്ട് പറ്റും. ഇതാണ് കീ വരുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ച ബൂട്ട് ഓപ്പൺ ചെയ്യാനും എഞ്ചിൻ സ്റ്റാർട്ട് ഓപ്ഷനോട് കൂടിയ ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ടുള്ള 2 കീ ആണ് കൊടുത്തിരിക്കുന്നത്. 2 കപ്പ് ഹോൾഡേഴ്സ് കാണാം. സെൻറ്റർ ആംറസ്റ്റ് വരുന്നുണ്ട്. അതിന് സോഫ്റ്റ് ടച്ച് ആണ്. അതിനകത്ത് സ്റ്റോറേജ് സ്പേസ് കാണാം. നമുക്ക് സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ, കോ ഡ്രൈവർ സൈഡിൽ സൺവൈസേഴ്സ് വിത്ത് മിററാണ് കൊടുത്തിരിക്കുന്നത്. ഓട്ടോ ഡിമ്മിങ്ങുള്ള IR-VMs കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സൈഡിൽ സൺവൈസേഴ്സ് വിത്ത് ടിക്കറ്റ് ഹോൾഡറാണ്, മിറർ ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് സെൻറ്ററിൽ ഒരു സൺഗ്ലാസ് ഹോൾഡർ കാണാം. അകത്തെ റീഡിംഗ് ലൈറ്റുകൾ ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു സിംഗിൾ ഡിൻ സൺ റൂഫും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റൂഫ് കാര്യങ്ങളെല്ലാം ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. റൂഫാണെങ്കിലും സീറ്റാണെങ്കിലും ഡാഷ്ബോർഡ് ആണെങ്കിലും ഫുൾ ബ്ലാക്ക് ഫിനിഷാണ്. ഈ ഒരു പോർഷനും ഗ്ലോസി ബ്ലാക്ക് ആണ്. അതിനകത്ത് സ്റ്റിക്കർ റിമൂവ് ചെയ്ത് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലേക്ക് മാറും. ആകെ വരുന്നത് ഇതിനകത്ത് റെഡ് ഇൻസേർട്ടുകളാണ് ഡോർ പാഡിൽ. പിന്നെ നമുക്ക് ഈ ഒരു പോർഷൻസിൽ സീറ്റിൽ AC വെൻസിനകത്ത് സ്റ്റിയറിംഗ് വീലിനകത്തെല്ലാം ആ റെഡ് ഇൻസേർട്ട് കാണാം. അതാണ് ഇതിന് ആ ഒരു സ്പോർട്ടി ലുക്കിംഗ് ഇത്ര തരാനായിട്ടുള്ളൊരു കാരണം. ഇനി നമുക്ക് ബാക്ക് യാത്രക്കാരെ കംഫർട്ടും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ്. ഓൾമോസ്റ്റ് ഒരു 80 ഡിഗ്രിയിൽ തുറക്കാനായിട്ട് പറ്റും. ഡോർ പാഡിൽ ഇവിടെ എല്ലാം നമുക്ക് ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്, സോഫ്റ്റ് ടച്ച് കൊടുത്തിട്ടില്ല. ഇവിടെ റെഡ് ഇൻസൈറ്റ് കാണാം. പവർ വിൻഡോൻ്റെ കൺട്രോൾ, ബോസിൻ്റെ സ്പീക്കേഴ്സ് കാണാനായിട്ട് പറ്റും.
ബാക്കിലേക്ക് AC വെൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താഴെ USB ചാർജിങ് പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. ടൈപ്പ് C ഒന്നും ഇതിനകത്ത് വന്നിട്ടില്ല. നമുക്ക് സെൻറ്റർ ആംബ്രസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് ലെതർ സീറ്റുകളാണ്. സീറ്റ് ബെൽറ്റ് നമുക്ക് ഇങ്ങനെ ഇവിടെ കണക്ട് ചെയ്ത് വെക്കാനായിട്ടുള്ള ഒരു ഓപ്ഷനും നിങ്ങൾക്ക് കാണാം. അതെന്തായാലും നല്ലൊരു കാര്യമാണ്. സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ സൗണ്ട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അകത്തേക്ക് കയറിയിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഫ്രണ്ട് സീറ്റിൻ്റെ ഹൈഡാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുക. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് ഈ റൂം കാണാം. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 9 സെൻറ്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് കാണാം. വളരെ വൈഡായിട്ടുള്ള ബാക്ക് സ്പേസാണ്. 3 പേർക്ക് സുഖമായിട്ട് കംഫർട്ടായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. ബാക്കിലേക്ക് നമുക്ക് റീഡിംഗ് ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. ഹാലജനായിട്ടാണ് വരുന്നത്. സ്പ്രിംഗായിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കാണാൻ 2 വശത്തും ഹുക്ക് കാര്യങ്ങളും വരുന്നുണ്ട്. ബാക്കിലേക്ക് പാഴ്സൽ ട്രേയും ഇതിനകത്ത് വരുന്നുണ്ട്. റൂഫ് കംപ്ലീറ്റ് ബ്ലാക്ക് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് കയറിയിരിക്കുമ്പോൾ നമുക്കൊരു കുറച്ച് റൂമി അല്ലാത്തൊരു ഫീൽ കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. സെൻറ്റർ ആംബ്രസ്റ്റ് കൂടി കൊടുക്കാമായിരുന്നു. കാര്യം 3 പേർക്ക് സുഖമായിട്ടിരിക്കാനുള്ള സ്പേസ് ഉണ്ട്. സെൻറ്റർ ആംബ്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് നടുക്കിയിരിക്കുന്ന ആളുകൾക്കൊരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യാനും സാധ്യത കാണുന്നുണ്ട്. i20 N-ലൈനിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഇപ്പോൾ ബേസ് വേരിയൻ്റ് തൊട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡാണ്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, 4 വീലിലേക്ക് ഡിസ്ക് ബ്രേക്ക്, സീറ്റ് ബെൽറ്റ്, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, TPMS, അങ്ങനെ സെഗ്മെൻറ്റിലെ വാഹനങ്ങൾ ഉണ്ടാവേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും i20 N-ലൈനിൻ്റെ ഈ ടോപ്പ് എൻഡ് വേരിയൻറ്റിലും ഹ്യുണ്ടായി കൊടുത്തിട്ടുണ്ട്. N-ലൈനിലെ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ നമ്മളുടെ ട്രയൽ ആൻഡ് ടെസ്റ്റ് ആയിട്ടുള്ള 1 ലിറ്റർ 3 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. 118 HP പവറും 172 Nm ടോർക്കുമാണ് ഈ ചെറിയ വാഹനത്തിൽ ലഭിക്കുന്നത്. അതായത് ഈ സെയിം എഞ്ചിൻ തന്നെയാണ് നമ്മുടെ വെന്യൂലും വരുന്നത്. അപ്പോൾ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ഇതിനകത്ത്. നമ്മൾ കാല് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി പെർഫോമൻസ് ആണ്. വിത്ത് 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 7 സ്പീഡ് DCT ഗിയർ ബോക്സ് ആയിട്ടാണ് പെയർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ബേസ് വേരിയൻ്റായ N6-ൽ നമ്മൾക്ക് ഓട്ടോമാറ്റിക് വരുന്നില്ല, മാനുവൽ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഹൈലൈറ്റും ഇതിൻ്റെ മൈലേജ് തന്നെയാണ്. കാരണം നോർമൽ i20ക്ക് 1.2 കമ്പനി ക്ലെയിം ചെയ്യുന്നത് 18.9 മൈലേജ്. ഈ വാഹനത്തിന് ടർബോയിൽ കമ്പനി 20 kmpl ARI സർട്ടിഫൈ ചെയ്തിരിക്കുന്ന മൈലേജ്. റിയൽ ലൈഫിൽ നല്ല രീതിയിൽ ഓടിക്കുകയാണെങ്കിൽ 14-15 ഈ എഞ്ചിൻ മൈലേജ് തരുന്നുണ്ട്. ഓൺലൈനിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ കാല് കൊടുത്ത് നല്ല RPM-ലൊക്കെ കയറ്റി ഓടിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് മൈലേജ് ഡ്രോപ്പും ഉണ്ടാകും. ഈ വാഹനങ്ങൾ എടുത്തിട്ട്, അതായത് ഈ i20 N സീരീസ് എടുത്തിട്ട് പുറത്ത് ട്യൂണിങ് ചെയ്യുന്ന ആളുകളുണ്ട്. അത് ഓട്ടോമാറ്റിക്കും മാനുവലും. ട്യൂൺ ചെയ്യുന്ന ആളുകൾക്ക്, അതായത് സ്റ്റേജ് 1 ട്യൂൺ ചെയ്യുന്നവർക്ക് 18-19 റിയൽ ലൈഫിൽ മൈലേജ് ലഭിക്കുന്നത്. അപ്പോൾ ഫ്യൂവൽ എഫിഷ്യൻ്റ് അല്ല എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. നമ്മളുടെ i20 നോർമൽ i20യുടെ ടോപ്പ് എൻഡ് വേരിയൻറ്റുകൾ, അതായത് ആസ്ത ഓപ്ഷണൽ അല്ലെങ്കിൽ ആസ്ത ഓപ്ഷൻ നൈറ്റ് എഡിഷനൊക്കെ നോക്കുന്നവർക്ക് കുറച്ചും കൂടി ബഡ്ജറ്റ് ആഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ ഇത്രയും സ്പോർട്ടി ലുക്കിംഗ് ആയിട്ട് ഓടിക്കാൻ ഇത്രയും രസമുള്ള ഒരു i20 N-ലൈൻ വാങ്ങാനായിട്ട് പറ്റും. ഈ പ്രൈസ് റേഞ്ചിൽ ലഭിക്കുന്നതിൽ ഒരു മോസ്റ്റ് പവർഫുൾ കാറെന്ന് പറയാം. അതുപോലെ തന്നെ 0 to 100 ഒക്കെ 10 സെക്കൻഡിൽ താഴെയാണ്. ട്യൂൺ ചെയ്ത വണ്ടികളൊക്കെ 8 സെക്കൻഡിലൊക്കെ 0 to 100 അടിക്കുന്നുണ്ട്. അത്ര രസമാണ് ഈ വാഹനം ഓടിക്കാനായിട്ട്. ഇനി ഇതിൻ്റെ പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ N6 മാനുവൽ വേരിയൻറ്റ്, പ്രൈസ് പറയുന്ന സമയത്ത് നമുക്ക് ഓഫർ പറയാം. മൊത്തം 50,000 രൂപ ഓഫർ അവൈലബിൾ ആണ്. 25,000 രൂപ സ്ട്രേറ്റ് അവേ ക്യാഷ് ഡിസ്കൗണ്ടും 15,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും 10,000 രൂപയുടെ അപ്ഗ്രേഡ് ബോണസും പിന്നെ 3,000 രൂപയുടെ കോർപ്പറേറ്റ് ഓഫറൊക്കെ ലഭിക്കുന്നുണ്ട്. ഈ എല്ലാ ഓഫറും എലിജിബിൾ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ N6 മാനുവൽ വേരിയൻറ്റ് 10,25,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം. നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന N8 മാനുവൽ വേരിയൻറ്റ് നിങ്ങൾക്ക് 12 ലക്ഷം രൂപയും, N8 DCT, ഈ N8 DCT ടോപ്പ് എൻഡ് വേരിയൻറ്റ് 13,25,000 പ്രൈസ് വരുന്നത്. ഇതിൻ്റെ ആസ്ത ഓപ്ഷണലിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ആസ്ത ഓപ്ഷണൽ നമ്മൾക്ക് 10,25 മാനുവലും ഓട്ടോമാറ്റിക് 12 ലക്ഷത്തിന് ലഭിക്കും. അല്ലെങ്കിൽ നൈറ്റ് എഡിഷൻ ആണെങ്കിൽ 12,40 എങ്ങാണ്ടാണ് പ്രൈസ് വരിക. ഒരു 80,000 രൂപയാണ് കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ 13,25 നിങ്ങൾക്ക് നൈറ്റ് എഡിഷനേക്കാളും പവർഫുൾ ആയിട്ടുള്ളൊരു വാഹനം, കുറച്ചും കൂടി ലുക്കുള്ളൊരു കാറ്, കുറച്ചും കൂടിയും ഫീച്ചർ ലോഡായിട്ടുള്ളൊരു വാഹനം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ N-ലൈൻ കൺസിഡർ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഫോർ മോർ ഇൻഫോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മൂവാറ്റുപുഴയുള്ള പോപ്പുലർ ഹ്യുണ്ടായുടെ നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. i20 N-ലൈൻ എന്നല്ല, ഹ്യുണ്ടായുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.